ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുപോലെ ഒരു കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. അത് കളർ ചേഞ്ച് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ, മധുരമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. ഞാൻ ആ ഒരു പപ്പായയുടെ പീസിനെ മൂന്നായിട്ട് സെയിം ക്വാണ്ടിറ്റിയിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പീസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം പച്ചപ്പപ്പായ ആണെങ്കിൽ പച്ചപ്പപ്പായ മതിയാവും കേട്ടോ. ഇത് കളർ ചേഞ്ച് ആയെന്നേ ഉള്ളൂ, ഇതിന് ഒട്ടും മധുരമില്ല. അപ്പോൾ ഒരു കളർ ചേഞ്ചായി കിട്ടിയതാണ്, മധുരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് കറിക്ക് യൂസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഒറ്റ പീസേ എടുത്തിട്ടുള്ളൂ, മൂന്നായിട്ട് സെയിം അളവിൽ കട്ട് ചെയ്തിട്ട് ഒരു പീസ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പച്ചമുളക്, 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതങ്ങ് ഒരുപാട് എരിവുള്ള കറിയല്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കളറിൽ എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളഞ്ഞ പപ്പായ എടുക്കാൻ നിൽക്കേണ്ട, പച്ച പപ്പായ ഉണ്ടെങ്കിൽ അതിലായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് വേവാൻ വേണ്ടി വയ്ക്കാം, ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് ഉടയരുത്, എന്നാൽ നന്നായി വേവുകയും വേണം, ആ ഒരു പരുവം. പപ്പായ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നല്ലൊരു പിടി തേങ്ങ എടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരുപാട് കടുകിൻ്റെ അളവ് കൂടരുത്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. കടുകിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. 1 ടീസ്പൂൺ ലെവൽ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴത്തേനും എന്താ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴിഞ്ഞ് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അതിലേക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ആ അരപ്പിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറണം. തേങ്ങയുടെയും അതുപോലെ തന്നെ നമ്മൾ കടുക് ചേർത്തിരുന്നല്ലോ, ആ കടുകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ അരപ്പൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ആ കടുകിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറണം. കടുക് ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കുമോ എന്ന് ചോദിക്കുക, ഒരിക്കലും കഴിക്കില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ഞാൻ സ്ഥിരം ചെയ്യുന്ന റെസിപ്പിയാണ് ഇത്, നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട് കടുക് ചേർത്തിട്ട്. അപ്പോൾ എന്താ, അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാനതിൽ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അതിന് 1-2 പപ്പായ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു 3-4 പീസ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കറിക്കൊരു ടേസ്റ്റ്, ആ പപ്പായയുടെ ശരിക്കും ആ ഒരു ഒന്ന് കുറുകി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഉടച്ച് ചേർക്കുമ്പോൾ ആ ഒരു പപ്പായയുടെ ശരിക്കും ആ ഒരു ടേസ്റ്റ് വരുമല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തൈരാണ്. ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ അടിച്ചെടുത്തു. കട്ട ഉടച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്തിട്ട് ഏകദേശം ഒരു 1/2 കപ്പിൽ പുറത്ത് നമ്മൾ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ തൈര് ചേർത്തത് നമ്മുടെ പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്, ഒരു മീഡിയം പുളിയുള്ള തൈര് ചേർക്കാവൂ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതായത് നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ലൂസ് ആവണോ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ തികച്ചെടുത്തിട്ടില്ല കേട്ടോ, ആ രീതിയിലാണ് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവണം, തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും. ഒന്ന് ചൂടായി കിട്ടുക. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഒരു സ്വല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളൊരു പച്ചടിയുടെ കൂട്ടുപോലെയാണ് ചെയ്യുന്നത്, പക്ഷേ നമ്മളിതൊരു ഒഴിച്ചറി പോലെയാണ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് പച്ചടി പോലെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ പപ്പായയുടെ പീസസ് കുറച്ചുകൂടി ചെറുതാക്കി എടുക്കുക. എന്നിട്ട് അധികം വെള്ളം ഒഴിക്കാതെ അരപ്പ് അരച്ചെടുത്തിട്ട് ആ അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവ പോകുമ്പോൾ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസായിട്ടുള്ള തൈര് ചേർക്കരുത്, കുറച്ച് കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള തൈര് ചേർക്കുക. ജസ്റ്റ് ഒന്ന് കട്ട ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചൊക്കെ വെള്ളം കുറച്ചുകൂടെയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കിയിട്ട് ഒരു ഒഴിച്ചുകറി പോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഒഴിച്ചുകറിയായിട്ട് യൂസ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പല രീതിയിൽ ചെയ്യാം. 1-2 റെസിപ്പീസ് ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിയുമ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യുക, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് ഒന്ന് ചൂടാവുന്ന ആ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം, അപ്പം തന്നെ ഓഫ് ചെയ്യണം കേട്ടോ.
ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് ഇത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 1-2 വറ്റൽമുളക് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ആ ഒരു വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്തോളൂ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഈ ഒരു പരുവത്തിലായിരിക്കും. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റം വരുത്താം കേട്ടോ. അതായത് ലൂസാക്കോ കുറച്ചുകൂടി തിക്കാക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അളവ് കുറയ്ക്കാം. അതല്ല കുറച്ച് എരിവൊക്കെ വേണ്ടുന്നവരാണെങ്കിൽ ഇത്തിരി കൂടെ ഒക്കെ മുളക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് എരിവ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാടങ്ങ് എരിവുള്ളൊരു കറിയല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പപ്പായ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പപ്പായ കൊണ്ടുള്ള റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൈര് ചേർത്തുള്ള ഒഴിച്ചേറി റെസിപ്പീസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, തൈര് കൊണ്ടുള്ള ഒഴിച്ചേറികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കും നമുക്ക് പ്ലേലിസ്റ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കേർഡ് റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒഴിച്ചേറി റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തൈര് കൊണ്ട് മാത്രമല്ല പല രീതിയിലുള്ള ഒഴിച്ചേറികൾ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചേറി റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നു. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടി. ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് റെസിപ്പീസാണോ നിങ്ങൾക്ക് താല്പര്യം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഐറ്റം കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഇതുവരെ നമ്മുടെ ചാനൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിടും. അതുപോലെ തന്നെ ലഞ്ച് മെനു ഉച്ചയോണ്ട് റെസിപ്പീസ് നമ്മളൊരു സീരീസായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഏകദേശം 17ഓളം റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉച്ചയൂണ് റെസിപ്പീസ്, നാടൻ വെജിറ്റേറിയൻ റെസിപ്പീസാണ് ഉച്ചയൂണിൻ്റെ റെസിപ്പീസ്. ലഞ്ച് മെനു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് മെനു എല്ലാം ആ വീഡിയോസ് എല്ലാം നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോസും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.